വഞ്ചിയൂർ കോടതിയുടെ അടുത്തായിട്ട് തന്നെ വലിയ കോർട്ട് കോംപ്ലക്സ് ഉണ്ട് വഞ്ചിയൂർ. അത് ഞാൻ അവിടെ ജില്ലാ ജഡ്ജിയായിട്ടിരുന്ന ആളാണ്. അപ്പോൾ അവിടെ കോടതിയിലേക്കൊക്കെ പോകുന്ന വഴി നേരെ അതിൻ്റെ മധ്യത്ത് കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റേജ് അങ്ങ് കെട്ടി. വഴി അങ്ങ് നടന്നു. സ്റ്റേജ് ഇട്ടിട്ട് പാർട്ടിയുടെ മീറ്റിംഗാണ്, CPM ആകുമ്പോൾ എന്തും ചെയ്യാമല്ലോ അവർക്ക്. അപ്പോൾ അത് ഒരു സ്റ്റേജ് കെട്ടി, ഒരു ചുവന്ന സ്റ്റേജും എല്ലാം അങ്ങോട്ട് നിർമ്മിച്ച് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അങ്ങ് തടഞ്ഞു. അപ്പോൾ ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ റൈറ്റ് ടു മൂവ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 തരുന്ന ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു അടിസ്ഥാന മൗലിക അവകാശമാണ്. അപ്പോൾ അത് അങ്ങനെ തടയാൻ പാടില്ല. റോഡിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ റോഡ് തടഞ്ഞുള്ള മീറ്റിങ്ങുകൾ പാടില്ല. പണ്ടങ്ങ് ധാരാളം മീറ്റിങ്ങുകൾ കാണാമായിരുന്നല്ലോ റോഡിൻ്റെ സൈഡിലൊക്കെ. ഇപ്പോഴും ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മ നമ്മുടെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ ഒരു വിധിയാണ്. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ ഇതുപോലുള്ള റോഡ് തടഞ്ഞുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ പാടില്ല, റോഡിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല, പൊതുജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാടും പാടില്ല എന്നൊരു വിധി വന്നിട്ടുണ്ട്. ആ വിധി വന്നതിന് ശേഷം ഇത് കുറേ നാളിത് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പതുക്കെ അത് ജനിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കണ്ടത് ഒരു വഴിയുടെ സൈഡിൽ നടത്തിയതല്ല മീറ്റിംഗ്. ഒരു റോഡങ്ങ് അടച്ചു. കാരണം ഇവനൊക്കെ എന്ത് ചെയ്യാമല്ലോ. ഒരു റോഡ് അടച്ച് അവിടെ അങ്ങ് സ്റ്റേജ് കെട്ടിയിട്ട് അതിലെ സകല ആളുകളുടെയും വഴി മുടക്കി. വാഹനങ്ങളൊക്കെ അപ്പുറത്തൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ പടത്തിൽ കാണാമായിരുന്നു. ഏതായാലും ഇതുപോലുള്ള അതിക്രമങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് ആ പാർട്ടി തന്നെ ചിന്തിക്കണം. ഇത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ആരായാലും ഈ റോഡ് ഇതുപോലെ അടച്ചു കെട്ടിയിട്ട് അവിടെ മീറ്റിംഗ് നടത്തുക, പാർട്ടി വളർത്തുക എന്ന് പറയുന്നതിന് ആളുകളെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുത്. പാർട്ടി വളർത്തിക്കോളൂ, നിങ്ങളുടെ മീറ്റിംഗ് നല്ലതായിട്ട് നടന്നോളൂ. മീറ്റിങ്ങിൽ വലിയ ക്രിറ്റിസിസവും ഇതൊക്കെ വരുമല്ലോ, അതെല്ലാം നടക്കട്ടെ. വലിയ നീണ്ട പ്രസംഗങ്ങളൊക്കെ കാണും, വലിയ പ്രസംഗങ്ങൾ. ഈ പ്രസംഗങ്ങളും എല്ലാം കേട്ട് ഇരുന്നാലേ നിങ്ങൾക്കൊക്കെ ബോധം വരുള്ളൂ. അതാണ് കാരണം. അതിന് റോഡ് അടച്ചു കെട്ടണ്ട, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ചെയ്തോളൂ, അല്ലെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ചെയ്തോളൂ, അവരുടെ സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും ഹാൾ വാടകയ്ക്കെടുത്ത് ചെയ്തോളണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ട് വാടകയ്ക്കെടുത്ത് ചെയ്യണം. അല്ലാതെ ഇതുപോലെ ജനങ്ങളുടെ നെഞ്ചത്തായിരിക്കരുത് നിങ്ങളുടെ സ്റ്റേജ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലർ വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ അച്ചടക്കബോധവും നിയമബോധവും ഒക്കെ ഉള്ള ഒരു കൗൺസിലറാണെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് അറിയുമോ പ്രതികരിച്ചേക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു സമ്മേളനമൊക്കെ നടക്കുമ്പോൾ റോഡൊക്കെ തടസ്സപ്പെടും എന്ന് വെച്ചാൽ സഹിച്ചോണ്ടോന്ന് നീയൊക്കെ. ഇതാണ് കാര്യം. ഈ തന്നിഷ്ട ഈ തൻപോരുമയെന്ന് പറയുന്നുണ്ടല്ലോ അവർ കാണിക്കുന്നത്. അതായത് സമ്മേളനം നടക്കുമ്പോൾ എങ്ങനെയായാലും റോഡൊക്കെ തടസ്സപ്പെടും, അത് സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ അങ്ങ് മാറും. അപ്പോൾ നീയൊക്കെ ഇത് സഹിച്ചോണം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ മനസ്സില്ല, സഹിക്കാൻ എനിക്ക്. ഇപ്പം ഇതിപ്പോൾ ഒരാൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിത് കൊടുത്തേനെ. അപ്പോൾ എനിക്ക് സഹിക്കാൻ മനസ്സില്ല നിങ്ങളുടെ ഇതുപോലുള്ള ഈ വൃത്തികേടുകൾ റോഡിൽ കാണിക്കുന്നത്. ഇവിടെ നാട്ടുകാരെന്നുള്ള നിലയിൽ ഇവിടെ ജനങ്ങളെ നിങ്ങളുണ്ടല്ലോ, ഈ ജനങ്ങളെ നിങ്ങൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങളുടെ ആ വാക്കുകളിൽ നിന്ന് വെളിവാകുന്നത്. ഇനി കൗൺസിലറുടെ വിവരത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുപോലെ തന്നെ പോലീസിൻ്റെ അടുത്ത് ഇത് പോയി ഈ സ്റ്റേജ് കെട്ടുന്നതിന് പെർമിഷൻ വാങ്ങിക്കണമല്ലോ, മൈക്കിൻ്റെയും ഇതിൻ്റെ എല്ലാം. അപ്പോൾ ഇത് വല്ലവൻ്റെയും നെഞ്ചത്ത് വെച്ചാൽ കെട്ടുന്നതെന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ പോലീസ് ആരാ? ശ്രീ പിണറായി വിജയൻ്റെ പോലീസല്ലേ. അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഞങ്ങൾ പെർമിഷൻ കൊടുത്തില്ല, പക്ഷെ നിങ്ങൾ കെട്ടി നടത്തിക്കോ, ഒരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഇവൻ്റെയൊക്കെ പേരിൽ കേസ് എടുക്കണ്ടേ പോലീസ്? കേരള പോലീസ് ഈ വഴി തടഞ്ഞതിന് കേസ് എടുക്കണ്ടേ? നിർബന്ധമായിട്ടും ഈ വഴി തടഞ്ഞ് സ്റ്റേജ് കെട്ടി പോലീസിന് അനുവാദമില്ലാതെ ചെയ്തു എന്നാണെങ്കിൽ കേസ് എടുക്കണ്ടേ? നിങ്ങൾ എന്താ കേസ് എടുക്കാത്തത് കേരള പോലീസ്? അതൊക്കെ ചിന്തിക്കണം ഇതിനെക്കുറിച്ച്. ഇതിപ്പോൾ ഏത് പാർട്ടി ആവട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അവകാശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? പാർട്ടി എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് വേണ്ടിയാണല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സമാധാനം കോടതിയിൽ പോയി പറയട്ടെ. ഏതായാലും കോടതിയുടെ തീരുമാനം വരട്ടെ, അതുവരെ നമുക്ക് കാക്കാം.